ഹലോ ഗൈസ്, അപ്പം ഞങ്ങളിന്ന് ചക്കാട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടനേല പറിക്കാൻ പോവാട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞാൽ റബ്ബർ തോട്ടത്തിൽ ഈ ഇടനേലയുടെ മരമുണ്ട്. അപ്പോൾ അതാണെങ്കിൽ അത്ര വലിയ മരമൊന്നുമല്ല, നേരത്തെ മുന്നേ ഒത്തിരി ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കുറേയൊക്കെ വംശനാശം സംഭവിച്ചെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ഉള്ളതിനകത്താണ് കുറച്ചൊക്കെ പറിച്ചെടുക്കുവാണേ. അപ്പോൾ ഇതാണെങ്കിൽ അധികവും പുഴു പിടിച്ച ഇലകളാട്ടോ. അപ്പം മുകളിലത്തെ കമ്പിയിൽ നിന്നാണ് അധികവും നല്ല ഇല ഉള്ളത്. അപ്പം ഞങ്ങൾ പിള്ളേരൊക്കെ കൂടിയിട്ട് കുറച്ചൊക്കെ പറിച്ചെടുത്തേ. അപ്പോൾ അതിനകത്തു നിന്നാണെങ്കിൽ ഈ പുഴു പിടിച്ച ഇല നോക്കാതെ പറിക്കണം. പുഴു പിടിച്ച ഇല പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് തിന്നാൻ തോന്നത്തില്ലല്ലോ. അപ്പം നല്ല ഇല നോക്കി പറിക്കാൻ വേണ്ടിയിട്ട് അവൻ ആ കൊമ്പും ചായച്ചു തന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇത് പറിക്കുവാണേ. അപ്പോൾ പറിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെയാണെങ്കിൽ പറമ്പ് നിറച്ച് ഭയങ്കര കൊതുകാണ് കേട്ടോ. ഈ കൊതുകാണെങ്കിൽ ഒന്നൊന്നും അല്ല വന്നിരിക്കണം നമ്മുടെ മേത്തൊരു 4-5 ഒരുമിച്ചാണ് വന്നിരുന്ന് ചോര കുടിക്കണത്. കാരണം ഈ റബ്ബർ തോട്ടമുള്ള സൈഡിലുള്ളവർക്കൊക്കെ അറിയാം, ഭയങ്കരമായിട്ട് കൊതുക് ശല്യം ഉണ്ടാകും. രാവിലെയും പകൽ സമയത്തായിരിക്കും ഭയങ്കരമായിട്ട് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റും. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ കിടന്ന് ഈ സാധനം പറക്കുന്ന കാണാം. അത്രമാത്രം കൊതുകുണ്ട് കേട്ടോ ഈ പരിസരത്തെ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇറിറ്റേഷൻ ഉള്ളതാണ് ഈ ചീവിടിൻ്റെ ശബ്ദം. അതും ഇതുപോലെ തന്നെയാണ്, ഭയങ്കരമായിട്ട് പകൽ സമയത്തും രാത്രിയിലും ഒരുപോലെ കിടന്ന് ഇതുങ്ങളുടെ ഭയങ്കര ശല്യമായിരിക്കും. അപ്പോൾ സുണ്ടുവാണെങ്കിൽ ഒരു കുട എടുത്തുകൊണ്ട് ആ കുട കിട്ടിയതിന് ശേഷം പുള്ളിക്ക് പുറത്തിറങ്ങുമ്പോൾ മൊത്തം കുട വേണം. അതുമായിട്ടുള്ള ഷോകളിയാണ് മൊത്തം. അപ്പോൾ അതിനിടയ്ക്കാണെങ്കിൽ ഈ പറമ്പിനിടയിൽ കൂടെയൊക്കെ നടക്കുമ്പോഴത്തേക്ക് നമ്മൾ സൂക്ഷിച്ച് വേണം നടക്കാനായിട്ട്. പാമ്പും കാണും. അപ്പോൾ അമ്മയൊക്കെ കുറച്ച് അപ്പുറം മാറിയിട്ട് അവിടെ നിന്ന് അങ്ങ് ഇടനേല പറിക്കാൻ വേണ്ടിയിട്ട് അവരും അങ്ങ് പോയിട്ട്, അനിയനുമുണ്ട് അമ്മയുണ്ട്. അപ്പം ഞാനിവിടെ നോക്കിയപ്പോഴത്തേക്ക് ഒരു പ്ലാവ് നിറച്ച് ചക്ക, അതിൻ്റെ മേളിട്ടൊക്കെ ചക്കയുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നട്ട ചക്കയിലാണെങ്കിൽ പ്ലാവിലാണെങ്കിൽ അധികം അങ്ങനെ ചക്ക കുറവാണ്. ആൾക്കാരെ കണ്ണ് കിട്ടുന്നത് കൊണ്ടാണെന്നൊക്കെ തോന്നുന്നു, നമുക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ വീട്ടിലെ പ്ലാവിൽ അതിന് മാത്രം ചക്കയില്ല. പക്ഷേ വെറുതെ കണ്ട പറമ്പിലൊക്കെ ചുമ്മാ നിൽക്കുന്ന പ്ലാവിലാണെങ്കിൽ ഇഷ്ടം പോലെ ചക്ക കാണും. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നത് വേറൊരു വഴിക്കായിട്ട്. ആ വഴി കയറി വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു കശുമാവ് മരം ഇങ്ങനെ ചാഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. ഇതുങ്ങളപ്പോൾ അങ്ങനെ തൂങ്ങി ആടി അതിനകത്ത് കൂടെ കിടന്ന് കളിച്ച്. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിട്ട് പോകണ വഴിയാട്ടെ ഇത്. അപ്പോൾ ഇതുവഴി പോകുമ്പോഴത്തേക്ക് സൂക്ഷിക്കാൻ വേണം. ഇങ്ങനെ ഈ പുല്ല് പിടിച്ച് കിടക്കുന്നിടത്ത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുഴികളൊക്കെ കാണും. അപ്പോൾ അതിനകത്തോട്ടങ്ങ് കാല് കയറിപ്പോയാൽ നോക്കുകയും വേണം. അപ്പോൾ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് ഇടനേരെ എല്ലാം പറിച്ച് ഞങ്ങൾ ആ കുടയ്ക്കകത്തേക്ക് ഇട്ടിട്ട് പിന്നെ വീട്ടിയിട്ട് പിള്ളേരുമായിട്ട് പോന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ.